മഹത്തായ ഇന്ത്യൻ ഭരണഘടന 75-ാം വാർഷികം ആഘോഷിക്കണം. ഭരണഘടനാ അസംബ്ലി ഈ ഭരണഘടന പാസ്സാക്കിയതിൻ്റെ 75-ാം വാർഷികം ഇരു സഭകളുടെയും സംയുക്ത യോഗം ചേർന്ന് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഇനി ജനുവരി 26 വരെ ഇതിൻ്റെ ആഘോഷങ്ങൾ നീണ്ടുനിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാജ്യത്ത് ഉത്സവ ഛായയിലാണ് ഈ ആഘോഷ പരിപാടികൾ നടന്നത്. നമ്മുടെ ഇവിടെ മറ്റ് പല ചായക്കട രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യാനുണ്ടായിരുന്നുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇന്ത്യയെ ഒന്നിപ്പിച്ച് നിലനിർത്തുന്നതിൽ ഈ ഭരണഘടന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയുടെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. രണ്ടു കൂട്ടരും ഒന്നായിട്ടാണ് ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചത് 1946. 47 രണ്ട് രാജ്യങ്ങളായിട്ട് പിരിഞ്ഞു. നമ്മുടെ ഭരണഘടന അതിവേഗത്തിൽ തയ്യാറായി 1949 പാസ്സായി. 1950 ജനുവരി 26 നടപ്പായി. പാകിസ്ഥാൻകാർ കൂടുതൽ ചിന്താശീലരായതുകൊണ്ട് ആലോചിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കി അത് നടപ്പിലാക്കിയത് 1956. 56 പാകിസ്ഥാൻ ദേശീയ ദിനത്തിലാണ് ഭരണഘടന നിലവിൽ വന്നത്. കൃത്യം 2 കൊല്ലമേ ഈ ഭരണഘടന നിലനിന്നുള്ളൂ. അപ്പോഴത്തേക്കും പട്ടാള വിപ്ലവം ഉണ്ടായി. ഈ ആലോചിച്ച് എഴുതിയ ഭരണഘടന ജനറൽ അയൂബ് ഖാൻ ചുരുട്ടിക്കുട്ടി ചവറ്റുകുട്ടയിലിട്ടു. പിന്നെ അയൂബ് ഖാന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടന ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം നടന്നത്. പിന്നീട് സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലത്തുണ്ടാക്കിയ ഭരണഘടനയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ആ ഭരണഘടനയ്ക്ക് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മീതെ പട്ടാള വിപ്ലവങ്ങളുണ്ടായത്. ഭൂട്ടോയെ തന്നെ വിചാരണ നടത്തി തൂക്കിലിട്ടു. ജനറൽ സിയാവുൾ ഹക്ക് അധികാരം പിടിച്ചെടുത്തു. അതുപോലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് പർവേസ് മുഷറഫ് അധികാരം പിടിച്ചു. അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ജനാധിപത്യം പോയ പോക്ക്. നമ്മുടെ ഭരണഘടനയ്ക്ക് അത്ര വലിയ പോറലൊന്നും സംഭവിച്ചില്ല. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പൗരാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയെങ്കിലും അത് താൽക്കാലികമായിരുന്നു. 77 ജനാധിപത്യം പുനഃസ്ഥാപിച്ചു. നമ്മൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമെങ്കിലും ഭരണഘടന ഇപ്പോഴും ഉണ്ട്. സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതികളിലുണ്ട്. അതുപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയും അതിൻ്റെ അകത്ത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് വലിയ തട്ടുകേട് കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭരണഘടനയുടെ 75-ാം വാർഷികം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ടുന്ന ഒരു മഹാസംഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല. 75 കൊല്ലത്തിന് ഇപ്പുറവും ഭരണഘടന നിലനിൽക്കുന്നു. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. മാത്രമല്ല ഒറ്റ രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെ ചെറുതല്ലാത്ത ഒരത്ഭുതമാണ്. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടായിട്ടും സോവിയറ്റ് യൂണിയൻ 75 കൊല്ലം നിലനിന്നില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിശക്തമായൊരു മതമുണ്ടായിട്ടും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും 25 കൊല്ലം ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ പറ്റിയില്ല. ഈ ബാൾക്കൻ ഉപദ്വീപിലുള്ള രാഷ്ട്രങ്ങളൊക്കെ ചിന്നിച്ചെതറി പല കഷ്ണങ്ങളായിട്ട് പോയി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം 75 കൊല്ലം നിലനിന്നത്, ഒറ്റ രാജ്യമായിട്ട് നിലനിന്ന് ഈ ഭരണഘടന നിലനിന്നും ജനാധിപത്യം നിലനിൽക്കുന്നതുമൊക്കെ ചെറിയ അത്ഭുതമല്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആഘോഷിച്ചപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു ഗംഭീര പ്രസംഗം നടത്തി. അതിൽ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെയും ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞു. പിന്നെ ഇത് തയ്യാറാക്കുന്നതിൽ സഹകരിച്ച ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പേര് പറഞ്ഞു. പക്ഷേ ഭരണഘടനയുടെ യഥാർത്ഥ ശില്പി എന്ന് പറയാവുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പറയാതിരിക്കാൻ നമ്മുടെ മഹതിയായ രാഷ്ട്രപതി പ്രത്യേകം ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പ്രസംഗം എഴുതി കൊടുത്ത മാന്യ വ്യക്തികൾ വളരെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് നെഹ്റുവിൻ്റെ പേര് അവിടെ എങ്ങും കേട്ടില്ല. ഇനിയിപ്പോൾ ദ്രൗപദി മുർമു പറഞ്ഞില്ലെങ്കിലും ജവഹർലാൽ നെഹ്റു ആരാണെന്ന് ആളുകൾക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലിഖിത രൂപം നൽകിയത് അംബേദ്കറാണ്. അംബേദ്കർ ഭക്തന്മാർ വിചാരിക്കുന്നത് അംബേദ്കർ സ്വയം ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും പ്രതിഭയും ആഖ്യാന പാഠവും ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു മഹാസംഭവമാണ് ഭരണഘടന. സത്യത്തിൽ അങ്ങനെയല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അലകും പിടിയും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അമേരിക്കയിൽ. അതിൽ നിന്ന് കടം കൊണ്ടതാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഐറിഷ് ഭരണഘടന എടുത്താണ്. ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് കടം കൊണ്ട അതെല്ലാം കൂടി കൂട്ടിക്കിണക്കിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ മഹത്തായ ഭരണഘടന. അതൊന്നും ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിൽ അംബേദ്കർ മാത്രമല്ല, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരെ പോലുള്ള പ്രഗത്ഭ അഭിഭാഷകരുണ്ട്. ഗോപാലസ്വാമി അയ്യങ്കാരെ പോലുള്ള ഭരണ നിപുണന്മാരായിട്ടുള്ള
ആളുകളുണ്ടായിരുന്നു. മറ്റ് പല യോഗ്യന്മാരും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതിലെ ഓരോ ആർട്ടിക്കിളും അവിടെ ചർച്ച ചെയ്ത് പാസ്സാക്കിയതാണ്. ആ ചർച്ചയുടെ റിപ്പോർട്ട് നമുക്കിപ്പോഴും വായിക്കാൻ കിട്ടും. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് അത് വായിച്ചാൽ അറിയാം അതിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയായിരുന്നു, അവർ നൽകിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത്. പക്ഷേ അവസാന തീരുമാനം എല്ലായ്പ്പോഴും നെഹ്റുവിൻ്റെയായിരുന്നു. ഈ ഭരണഘടന അതിൻ്റെ ലീഗൽ സെൻസിൽ അംബേദ്കറുടെ ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ പൊളിറ്റിക്കൽ സെൻസിൽ നെഹ്റുവിൻ്റെയാണ്. നെഹ്റുവിൻ്റെ ഹൃദയമാണ് സത്യത്തിൽ ഈ ഭരണഘടനയിൽ തുടിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അംബേദ്കറൈറ്റുകൾ എൻ്റെ പുറത്ത് പൊതുയോഗം കൂടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് കേൾക്കുന്ന എല്ലാ BJPക്കാരും രോഷാകുലരാകും എന്നെനിക്കറിയാം. പക്ഷേ സത്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ തുടിക്കുന്നത്, ഭരണഘടന നിങ്ങൾ ചെവിയോട് ചേർത്ത് വെച്ച് പോകും, ആ നമ്മൾ കേൾക്കുന്നത് നെഹ്റുവിൻ്റെ ഹൃദയസ്പന്ദനമാണ്. ഈ ഭരണഘടനയുടെ യഥാർത്ഥ ശില്പി നെഹ്റു തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ പൊളിറ്റിക്കൽ സെൻസ്, ഇന്ത്യൻ ഭരണഘടന ഏത് രീതിയിലായിരിക്കണം എന്ന് തീരുമാനിച്ചത് നെഹ്റുവാണ്. അത് നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധി വിളിക്കുമ്പോൾ രാഷ്ട്രശില്പി എന്ന് നെഹ്റുവിനെ വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. നെഹ്റുവിൻ്റെ ചിന്തകൾക്ക് യോജിച്ച രീതിയിലാണ് ഈ ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. അത് ഏത് വ്യവസ്ഥയാണെങ്കിലും നോക്കിക്കോളും, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും, മൗലികാവകാശങ്ങളാണെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണെങ്കിലും, അതല്ല ഈ ഫെഡറലിസം ആണെങ്കിലും എല്ലാം നെഹ്റുവിൻ്റെയാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയതും നെഹ്റുവാണ്. അപ്പോൾ അതിന് മാത്രമേ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, അങ്ങനെയല്ല, അതും നെഹ്റുവിൻ്റെ ആശയമാണ്. മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകിയത് നെഹ്റുവാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തെക്കുറിച്ചും വളരെ ഉത്കണ്ഠാകുലനായ വ്യക്തിയായിരുന്നു നെഹ്റു. പ്രത്യേകിച്ച് ഇന്ത്യ വിഭജനത്തിന് ശേഷം മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമെങ്കിലും രാജ്യത്ത് ഉണ്ടാകണം എന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റ് പല ആളുകളുടെയും അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം കാശ്മീരിനെ ഇന്ത്യയിൽ നിലനിർത്തിയതും കാശ്മീരിന് പ്രത്യേക പദവി നൽകിയതും. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വെട്ടാൻ വന്ന പോത്തിനോട് വേദോപദേശം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ഭരണഘടനയുടെ യഥാർത്ഥ ശില്പി മറ്റാരുമല്ല നെഹ്റുവാണ്. പിന്നെ നെഹ്റുവിനെ തെറി പറയുക എന്നുള്ള ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഇപ്പോൾ BJPക്കാർ പണ്ട് തൊട്ടേ പറയുന്നതാണ്, മറ്റ് പാർട്ടിക്കാരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിപ്ലവ സിംഹമായ സ്വരാജിൻ്റെ ഒരു പ്രസംഗം കിട്ടും. സ്വരാജ് പറയുന്നത് ഈ RSSുമായിട്ട് സമരസപ്പെട്ട ആദ്യത്തെ ഭരണാധികാരി നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം RSSകാരനായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിലെടുത്തു എന്നാണ്. ഇത് സ്വരാജിനെ അറിയാൻ പാടില്ലാതെ പറയുന്നതാണോ, കേൾക്കുന്ന സഖാക്കളെ രോമഞ്ഞം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. 1947 നെഹ്റു രൂപീകരിച്ച സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രം മന്ത്രിസഭയായിരുന്നില്ല, അതൊരു ദേശീയ മന്ത്രിസഭയായിരുന്നു. ദേശീയ മന്ത്രിസഭയിൽ വിപരീത അഭിപ്രായമുള്ള ആളുകളെയും ചേർക്കണം, അങ്ങനെയാണ് ദേശീയ മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മന്ത്രിസഭയിൽ ആറ്റ്ലിയെ മന്ത്രിയാക്കിയത്, അല്ലെങ്കിൽ ആക്കൂലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഡോക്ടർ ജോൺ മത്തായി കോൺഗ്രസ്സുകാരനായിരുന്നു? അല്ല. ഷൺമുഖം ചെട്ടി കോൺഗ്രസ്സുകാരനായിരുന്നു? അല്ല. ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസ്സുകാരനായിരുന്നു? ആയിരുന്നില്ല. അദ്ദേഹം ഹിന്ദു മഹാസഭക്കാരനായിരുന്നു. അന്ന് BJP ഇല്ല, ഭാരതീയ ജനസംഘം പോലും രൂപീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഡോക്ടർ അംബേദ്കറും കോൺഗ്രസ്സുകാരനായിരുന്നില്ല, കോൺഗ്രസ് വിരുദ്ധനായിരുന്നു. കോൺഗ്രസിനോട് എതിർപ്പുള്ള ആളായിരുന്നു അംബേദ്കർ. അദ്ദേഹത്തെ ഉൾപ്പെടുത്തി, കാരണം അത് ദേശീയ മന്ത്രിസഭയായിരുന്നു. 1952 അദ്ദേഹം രൂപീകരിച്ചത് കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു. പിന്നെ കോൺഗ്രസ്സുകാരും അവർക്ക് താല്പര്യമുള്ളവർ മാത്രമേ മന്ത്രിസഭയിൽ എടുത്തുള്ളൂ. അത് സത്യമാണ്. സ്വരാജിനെ പോലെ വിവരവും വിദ്യാഭ്യാസമുണ്ട്, ബുദ്ധിയുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആളുകൾ പോലും ഒന്നുകിൽ ഇത്ര വലിയ മടയത്തരം പറയുന്നു, അല്ലെങ്കിൽ ഇത്ര വലിയ കള്ളം പറയുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നമുക്ക് ലജ്ജയാണ് തോന്നുന്നത്. ഏതായാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പേര് പറയാതിരുന്ന നമ്മുടെ ദ്രൗപദി മുർമുവിനോട് എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു എപ്പിസോഡ് ഇവിടെ ചെയ്യുമായിരുന്നില്ല. ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രശില്പിയും ഭരണഘടനയുടെ യഥാർത്ഥ ശില്പിയുമായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.